നമസ്കാരം. കൂട്ടുകാരോട് പറയാനുള്ളതാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മ്യൂച്വൽ ഫ്രണ്ട്സിൻ്റെ എണ്ണം കൂടുതലാണെന്ന് കരുതി എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കരുത്. ഞാൻ ഇന്നലെ എൻ്റെ ഞായറാഴ്ച ഇല്ലാതെയാക്കിയത് അങ്ങനെ ഒരു സംഭവമാണ്. എൻ്റെ മെസ്സഞ്ചറിലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അത്രയുള്ള ഒരു കുട്ടി, ആ കുട്ടി പറഞ്ഞു തന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ ടൈം ലൈനിൽ വളരെ വൃത്തികെട്ട കുറേ ഫോട്ടോസ് ഒന്ന് കിടക്കുന്നു. എനിക്കറിയില്ല, കുറേ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉള്ളവരെ മാത്രമാണ്, സ്ത്രീകളെ മാത്രമാണ് ഞാൻ കൂടുതലും ഫ്രണ്ട്സ് ആക്കിയിട്ടുള്ളത്. വളരെ റെയറായിട്ട് എനിക്ക് വളരെ ഡീസൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ചില മെയിൽ ഫ്രണ്ട്സും ഉണ്ട്. പക്ഷേ ഇവരുടെ ആ കുട്ടി എന്നോട് പറഞ്ഞു അവരുടെ അതൊന്ന് നോക്കാനായിട്ട് പ്രൊഫൈൽ നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ദൈവമേ, ഇങ്ങനെയുള്ള ആൾക്കാരാണോ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളോട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്? അതുപോലെ സന്യാസിനിയെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് മലയാളം അറിയില്ല, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അവർ വളരെ ഞാൻ വിചാരിച്ചു വളരെ ആത്മീയതയുള്ള സ്ത്രീയായിരിക്കുമെന്ന് പറഞ്ഞ് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. പിന്നീടാണ് അവർ വളരെ എൻ്റെ ഏജ് ചോദിക്കാനും വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കാനും ഒക്കെ തുടങ്ങിയത്. പിന്നെ അവരെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അത് മാത്രമല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സാധാരണ ഇന്ത്യൻ ആർമിയിൽ ഉള്ള ആൾക്കാരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം അവർ കാരണമാണ് നമ്മളിന്ന് ഈ ഒരു പ്രയാസമില്ലാതെ, വിഷമമില്ലാതെ, പേടിക്കാതെ നമ്മൾ കിടന്നുറങ്ങുന്നത്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ബംഗാളിൽ, നിങ്ങൾക്കറിയാമല്ലോ, ആ പെൺകുട്ടി റേപ്പ് ചെയ്യുന്ന കൊന്ന അവിടെ പോലീസിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വന്നപ്പോൾ അവർ കുറേ കമാൻഡോസിനെ അവിടെ നിയോഗിച്ചു. അതിലുള്ള ഒരു കുട്ടി, ആ കുട്ടി എൻ്റെ FB ഫ്രണ്ടാണ്. ഹോളി വന്നപ്പോൾ ഞാൻ അവൻ്റെ പടം ഞാൻ എൻ്റെ സ്റ്റോറിയിലിട്ടു. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഒരു സ്ത്രീ വന്നെന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എത്ര ഏജുണ്ട്, ഇയാൾ ആരാണ്, മസിൽമാൻ ആണല്ലോ, ജിം ആണല്ലോ. ഞാനിതൊന്നും നോക്കിയിട്ടില്ല, എൻ്റെ സഹോദരനെ പോലെ കരുതിയാണ് ഞാൻ ഇട്ടത്. ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, കാരണം അവരുടെ മൈൻഡ് സ്കോഡിലുള്ളതാണ്, അവരുടെ ലൈഫിനെ നമുക്കറിയാമല്ലോ എങ്ങനെയാണ്, എത്ര ഇതായിട്ടുള്ളവരാണ്. വളരെ ജെന്യുവനായിട്ടുള്ളൊരു കുട്ടിയായതുകൊണ്ടാണ് ഞാൻ എൻ്റെ FB ഫ്രണ്ടാക്കിയത്. അവനൊരിക്കലും ഇൻഡീസൻ്റായിട്ട് എന്നോട് സംസാരിച്ചിട്ടുമില്ല. ആ ഒരു ധീര ജവാനെപ്പറ്റി ഈ കുട്ടി പറയുന്ന രീതി, ഈ സ്ത്രീ പറയുന്ന രീതി, സ്ത്രീയാണെന്ന് തോന്നുന്നു, വോയിസ് ഒന്നും കേട്ടില്ല, പക്ഷേ ആ സ്ത്രീയെയും ഞാൻ ബ്ലോക്ക് ചെയ്തു, എൻ്റെ FB ഫ്രണ്ടിനെയും ഞാൻ ബ്ലോക്ക് ചെയ്തു. എന്താണെന്നറിയില്ല, ഇന്നലെ വല്ലാത്ത ദിവസമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വിഷമം അനുഭവിച്ച് ഞാൻ ഒരു ദിവസവുമില്ല. എല്ലാം ഫേക്കാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ട്രൂ അല്ല. ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് കൂടുതൽ 100 മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ 150 ഉണ്ടെന്ന് പറഞ്ഞ് ആരെയും ഫ്രണ്ട്സ് ആക്കാതിരിക്കുക. നിങ്ങൾ ചെന്ന് ചാടുന്നത് ചതിക്കുഴിയിലായിരിക്കും. ആ കുഞ്ഞിന് ഇത് അറിയിച്ച ആ കുഞ്ഞിന് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആർമിയിലെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ കുട്ടികളുടെ സഹായത്തോടെ ഞാൻ എല്ലാ സാധനങ്ങളെയും ബ്ലോക്ക് ചെയ്തു. എനിക്ക് വല്ലാത്തൊരു ദിവസമായിരുന്നു. സാധാരണ ഞായറാഴ്ച നമുക്കൊരു അല്പം റെസ്റ്റ് ചെയ്യേണ്ടതാണ്, പക്ഷേ റിലാക്സേഷന് പകരം വളരെ സ്ട്രെസ്സും ടെൻഷനുമാണ് ഇന്നലെ എനിക്ക് കിട്ടിയത്. നന്ദി.